ഹായ് ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്. ഇന്ന് നമ്മൾ നമ്മുടെ റിവിഷൻ ക്ലാസ്സിൽ നിങ്ങളെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ പരിചയപ്പെടുത്താൻ പോവുകയാണ്. ഈ ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് ഇതിൻ്റെ മുഴുവൻ ഭാഗങ്ങളും നമുക്ക് ഇന്ന് തന്നെ നിങ്ങളെ പരിചയപ്പെടുത്താൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമുക്ക് നമ്മുടെ സമയത്തിൻ്റെ പരിമിതി അനുസരിച്ച് മാക്സിമം ഇന്ന് നമുക്ക് കാണിക്കാം, ബാക്കി നമുക്ക് അടുത്ത വീഡിയോയിലുണ്ടായിരിക്കും. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് നമ്മുടെ യൂഷ്വൽ നിങ്ങൾ 9 വരെ നിങ്ങൾക്ക് മനസ്സിലായ ആ യൂഷ്വൽ പാറ്റേണിൽ നിന്നും വ്യത്യസ്തമായിട്ട് നമുക്ക് കുറച്ചുകൂടി ഒരു എന്താണ് വ്യത്യസ്തമായ പാറ്റേണിലുള്ളൊരു ക്വസ്റ്റ്യനാണ്. അതൊന്നും നമ്മൾ പരിചയപ്പെട്ടിരിക്കുന്നത് വളരെ അത്യാവശ്യമാണ്. കാരണം ഇങ്ങനെ ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് അതുമായിട്ടൊരു പരിചയമില്ലെങ്കിൽ നമുക്ക് കൂടുതൽ സമയം ക്വസ്റ്റ്യൻ മനസ്സിലാക്കാൻ വേണ്ടി നിങ്ങൾ ഉപയോഗിക്കേണ്ടി വരും. അത് നമുക്ക് നമ്മുടെ ആകെയുള്ള ടോട്ടൽ നമ്മുടെ പരീക്ഷയെ ബാധിക്കും. നിങ്ങൾക്ക് സമയം തികയാതെ വരും. അതുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ചില പ്രത്യേക ഫോർമാറ്റിലുള്ള ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് പരിചയപ്പെടാം. ഓക്കെ, അപ്പോൾ ഇത് 80 മാർക്കിൻ്റെ 2.5 മണിക്കൂർ 80 മാർക്കിൻ്റെ ഒരു ഫുൾ നമ്മുടെ സാധാരണ പോലെയുള്ള ഫുൾ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഈ കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു കൂടുതൽ നിങ്ങൾക്ക് പ്രയോജനപ്പെടും എന്ന വിശ്വാസത്തോടു കൂടി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്കറിയാം, നമ്മുടെ ക്വസ്റ്റ്യൻ്റെ ആദ്യം തന്നെ 15 മിനിറ്റ് നിങ്ങൾക്ക് കൂൾ ഓഫ് ടൈം കിട്ടും. എല്ലാവരും ആ കൂൾ ഓഫ് ടൈം നന്നായിട്ട് ഉപയോഗിക്കുക. ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കാൻ ആ സമയം ഉപയോഗിക്കുക. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഏറ്റവും കറക്റ്റായിട്ട് ഏറ്റവും ആപ്റ്റായിട്ട് നിങ്ങൾക്ക് ആൻസറുകൾ എഴുതാനായിട്ട് സാധിക്കത്തുള്ളൂ. അതുപോലെ തന്നെ ഓരോ ക്വസ്റ്റ്യൻ്റെയും തുടക്കത്തിൽ പറഞ്ഞിരിക്കുന്ന എണ്ണം, എത്ര ക്വസ്റ്റ്യൻ ചെയ്യണം എന്നുള്ളത് നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കണം. അതിലധികമായി നമ്മൾ എഴുതി വെച്ചാൽ നമുക്ക് കൂടുതൽ മാർക്ക് കിട്ടുമെന്ന് നമ്മൾ ഒരിക്കലും വിചാരിക്കരുത്. അങ്ങനെ നമുക്ക് മാർക്ക് കിട്ടുകയില്ല. ഒരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസിൽ നിന്ന് 10 ക്വസ്റ്റ്യൻ തന്നു, അതിനകത്തുനിന്ന് 6 എണ്ണമാണ് ആൻസർ ചെയ്യേണ്ടതെങ്കിൽ നമ്മൾ ആ 6 ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്താൽ മതി. അതിൽ കൂടുതൽ ചെയ്തു വെച്ചതുകൊണ്ട് നമുക്ക് കൂടുതലും മാർക്ക് ലഭിക്കും എന്ന് നമ്മൾ കരുതുന്നത് അത് തെറ്റാണ്. അങ്ങനെ മാർക്ക് നമുക്ക് ലഭിക്കുകയില്ല. അത് നമ്മുടെ സമയത്തെ കൂടുതൽ കവരും എന്ന ഒരു കാര്യം മാത്രമേ സാധിക്കത്തുള്ളൂ. ഇനിയും അത് കണ്ടോ, ഇവിടെ പറഞ്ഞിരിക്കുന്നത് നോക്കുക. യു മേ യൂസ് ദ ടൈം ടു റീഡ് ദ ക്വസ്റ്റ്യൻ ആൻഡ് പ്ലാൻ യുവർ ആൻസേഴ്സ്. ഏത് ടൈമാണ്? കൂൾ ഓഫ് ടൈം. റീഡ് ദ ക്വസ്റ്റ്യൻസ് ആൻഡ് ഇൻസ്ട്രക്ഷൻസ് കെയർഫുള്ളി ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ്. ഇൻസ്ട്രക്ഷൻസും ക്വസ്റ്റ്യൻസും കെയർഫുള്ളായിട്ട് വായിച്ചതിന് ശേഷം മാത്രം ആൻസർ ചെയ്യുക. വളരെ കറക്റ്റായിട്ടുള്ള കാര്യമാണ്. ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിച്ചതിന് ശേഷമേ ആൻസർ ചെയ്യാവൂ. കാരണം എങ്കിൽ മാത്രമേ നമുക്ക് ക്വസ്റ്റ്യൻ്റെ ആൻസർ കൊടുക്കാൻ പറ്റുള്ളൂ. എന്തെങ്കിലും ആൻസർ കൊടുത്താൽ നമുക്ക് മാർക്ക് കിട്ടുകയില്ല. ക്വസ്റ്റ്യനിൽ എന്താണോ ക്വസ്റ്റ്യൻ അതിൻ്റെ ആൻസർ കൊടുത്താൽ മാത്രമേ നമുക്ക് മാർക്ക് സ്കോർ നമുക്ക് ലഭിക്കുകയുള്ളൂ. യു ഷുഡ് കൺസിഡർ ദ ടൈം ആൻഡ് സ്കോർ വൈൽ ആൻസറിങ് ദ ക്വസ്റ്റ്യൻ. അതിൻ്റെ അർത്ഥം എന്താണ്? 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യന് 1 പേജ് എഴുതേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അത് നമ്മുടെ സമയം നഷ്ടപ്പെടുത്തത്തേ ഉള്ളൂ. 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ 1 വേർഡ് എഴുതാവുള്ളൂ. ഇനിയും 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ 2 പോയിൻ്റാണ് അവരുദ്ദേശിക്കുന്നത്. 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണെങ്കിലാണ് ഒരു ഡീറ്റെയിൽഡ് ആൻസറിനെ നമ്മൾ എഴുതേണ്ടത്. അപ്പോൾ കൺസിഡർ ദ ടൈം ആൻഡ് സ്കോർ. സ്കോറും ടൈമും കൺസിഡർ ചെയ്തിട്ട് വേണം ആൻസർ എഴുതാൻ. ഓക്കെ, അപ്പോൾ ബുദ്ധിപൂർവ്വം ആൻസർ എഴുതാൻ ശ്രമിക്കുക. സ്മാർട്ടായിട്ട് ആൻസർ എഴുതാനായിട്ട് എല്ലാവരും ശ്രമിക്കുക. നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കയറാം. ആൻസർ ഓൾ ദ ക്വസ്റ്റ്യൻസ് ഫ്രം 1 to 8. ഓൾ ദ ക്വസ്റ്റ്യൻസ്, അതിൻ്റെ അർത്ഥം എന്താണ്? എല്ലാ ക്വസ്റ്റ്യൻ്റെയും ആൻസർ എഴുതണം. 1 to 8, 1 തൊട്ട് 8 വരെയുള്ള ക്വസ്റ്റ്യൻസിൽ എല്ലാ ക്വസ്റ്റ്യൻസിനും ആൻസർ എഴുതിയിരിക്കണം. അവിടെ ഒരു ഓപ്ഷനുമില്ല. ഈച്ച് ക്വസ്റ്റ്യൻ ക്യാരീസ് 1 സ്കോർ. ഓരോ ക്വസ്റ്റ്യനും നമുക്ക് കിട്ടുന്ന ആൻസർ, കറക്റ്റ് ആൻസർ എഴുതിയാൽ നമുക്ക് കിട്ടുന്നത് 1 സ്കോറാണ്. അതുകൊണ്ട് നമ്മൾ ആൻസർ കൂടുതൽ എഴുതേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ഇവിടെ ബ്രാക്കറ്റിൽ ആൻസർ ഉണ്ടെങ്കിൽ ബ്രാക്കറ്റിൽ നിന്നും കറക്റ്റ് ആൻസർ മാത്രം എഴുതുക. 1 വേർഡ് ആയിരിക്കും. അല്ലെങ്കിൽ നമുക്ക് തന്നിരിക്കുന്ന ആൻസേഴ്സിൽ ഏറ്റവും കറക്റ്റായിട്ടുള്ളത് എഴുതുക. അതിൻ്റെ മാത്രം ആൻസർ എഴുതുക. ഡീറ്റെയിൽസ് ഒന്നും എഴുതേണ്ട ആവശ്യം ഇല്ല. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. The commercial city in Italy that was a major center of Renaissance art
ഷോക്കേസിങ് സിഗ്നിഫിക്കൻറ്റ് ചേഞ്ചസ് ഇൻ ദ ഫീൽഡ് ഓഫ് പെയിൻറ്റിങ് ആൻഡ് ആർക്കിടെക്ചർ. അപ്പം ക്വസ്റ്റ്യൻ മനസ്സിലായല്ലോ. പെയിൻറ്റിങ്, ആർക്കിടെക്ചർ പോലുള്ള കാര്യങ്ങളിൽ ഏറ്റവും കൂടുതൽ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ചേഞ്ചസ് കൊണ്ടുവന്ന മേജർ സെൻറ്റർ ഓഫ് റെനേസൻസ് ആയിരുന്ന കൊമേഴ്സ്യൽ സിറ്റി ഇൻ ഇറ്റലി. ഇറ്റലിയിലെ കൊമേഴ്സ്യൽ സിറ്റി ഏതാണ്? ഫ്ലോറൻസ്, മിലാൻ, പർമ, റോം. 4 ആൻസേഴ്സ് കൊടുത്തിരിക്കുന്നു. അതിനകത്ത് കൂടുതൽ ഒരു ഇറ്റലിയിലെ തന്നെ പല സിറ്റികൾ തന്നിട്ടുണ്ട്. പക്ഷേ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് വരുന്ന, ആപ്റ്റായിട്ട് വരുന്ന ആ പ്രത്യേക സിറ്റി ഏതാണ് അത് എഴുതുക. അപ്പോൾ ABCD എന്ന് എഴുതി വെക്കാതെ എ ആൻസർ ശരിയാണെങ്കിൽ എ ഫ്ലോറൻസ്, ബി ആണ് ശരിയെങ്കിൽ നമ്മൾ എങ്ങനെ എഴുതണം? ബി മിലാൻ. സി ആണ് കറക്റ്റെങ്കിൽ നമ്മൾ എങ്ങനെ എഴുതണം? സി പർമ. ഡി ആണ് കറക്റ്റെങ്കിൽ നമ്മൾ എങ്ങനെ എഴുതണം? ഡി റോം. അപ്പോൾ ആ വേർഡൂടെ അങ്ങ് എഴുതുക. ഓക്കെ, അല്ലാതെ വെറുതെ ABCD എന്നൊക്കെയുള്ള ആ ഒരു ലെറ്റർ മാത്രം എഴുതാതെ എ ഫ്ലോറൻസ് എന്ന് തന്നെ എഴുതുക, അല്ലെ ബി മിലാൻ അങ്ങനെ തന്നെ എഴുതുക. ഓക്കെ, അപ്പം നിങ്ങൾ ഇതിൻ്റെയൊക്കെ ആൻസർ കണ്ടുപിടിക്കുക. നമുക്കൊരു ആൻസറിങ് സെക്ഷൻ ഉണ്ടായിരിക്കും. ആ സെക്ഷനിലായിരിക്കും ടീച്ചർ ആൻസറുകൾ പറയുക. നിങ്ങൾക്ക് ആൻസർ കണ്ടുപിടിക്കാനും നിങ്ങൾക്ക് പഠിക്കാനും നിങ്ങൾക്ക് റിവൈസ് ചെയ്യാനും ആ ചാപ്റ്റർ വായിക്കാനും ഒക്കെയുള്ള ഒരു അവസരം തരികയാണ്. ഞാൻ ഇപ്പോൾ ആൻസർ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം നിങ്ങൾ ആരും ആൻസർ നമ്മൾ ടെക്സ്റ്റിലേക്ക് പോകില്ല, നിങ്ങൾ ടീച്ചറിൻ്റെ വീഡിയോയിലേക്ക് പോകില്ല, നിങ്ങൾ ഇൻസ്റ്റൻ്റായിട്ട് ആൻസറുകൾ നിങ്ങൾക്ക് ലഭിച്ചാൽ. അതുകൊണ്ട് നിങ്ങൾക്ക് വീണ്ടും പഠിക്കാനുള്ള ഒരു അവസരം കിട്ടാൻ വേണ്ടി ഞാൻ ആൻസറുകൾ പറയുന്നില്ല. ആൻസർ പറയുന്ന ഒരു സെക്ഷൻ ഉണ്ടാകും. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് ആൻസർ തരുന്നതായിരിക്കും. അതിനു മുമ്പ് നിങ്ങൾ ആൻസർ തയ്യാറാക്കി വയ്ക്കുക. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ഫ്രം ദ ഗിവൺ സ്റ്റേറ്റ്മെൻറ്റ് ഫൈൻഡ് ഔട്ട് ദ വൺ വിച്ച് ഈസ് ഇൻകറക്റ്റ് അബൌട്ട് സോളാർ റേഡിയേഷൻ. നമ്മൾ കണ്ടുപിടിക്കേണ്ടത് തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റിൽ സോളാർ റേഡിയേഷനുമായിട്ട് ഇൻകറക്റ്റ് ഏതാണ്? കറക്റ്റ് അല്ല, ഇൻകറക്റ്റ്. ഇവിടെ തെറ്റായിട്ടുള്ള ഒരെണ്ണം ഉണ്ട്, അതാണ് നമ്മൾ എഴുതേണ്ടത്. ഓക്കെ, ബാക്കിയെല്ലാം ശരിയാണ്, ഒരെണ്ണം തെറ്റായിരിക്കും. ആ തെറ്റാണ് നമ്മൾ എഴുതേണ്ടത്. ഒന്നാമത്തെ എന്താണ്? എർത്ത് സർഫസ് ഈസ് നോട്ട് ഹീറ്റഡ് ബൈ സോളാർ റേഡിയേഷൻ. എർത്തിൻ്റെ സർഫസ് സോളാർ റേഡിയേഷൻ കൊണ്ട് ഹീറ്റ് ആകുന്നില്ല. അതാണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. എ പോർഷൻ ഓഫ് ദ സോളാർ റേഡിയേഷൻ കമ്മിങ് ടു ദ എർത്ത് ഗെറ്റ്സ് ഡിഫ്ലീറ്റഡ് ബാക്ക് ബൈ ദ അറ്റ്മോസ്ഫിയറിക് പാർട്ടിക്കിൾസ്. Since solar radiation is in the form of short waves, it does not heat up the atmosphere considerably. Earth's surface get heated by solar radiation. ഈ 4 സ്റ്റേറ്റ്മെൻറ്റിൽ ഒരെണ്ണം റോങ് ആണ്. ആ റോങ് സ്റ്റേറ്റ്മെൻ്റ് ആണ് നമ്മൾ എഴുതേണ്ടത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. അറേഞ്ച് ദ ഫോളോയിങ് ഹിസ്റ്റോറിക് ഇവൻറ്റ്സ് ഇൻ ക്രോണോളജിക്കൽ ഓർഡർ. തന്നിരിക്കുന്ന ഹിസ്റ്റോറിക്കൽ ഇവൻറ്റ്സിനെ ക്രോണോളജിക്കൽ ഓർഡറിൽ എഴുതണം. എന്താണ് ഈ ക്രോണോളജിക്കൽ ഓർഡർ? ആദ്യം സംഭവിച്ചത് ആദ്യം എഴുതുക, രണ്ടാമത്, മൂന്നാമത്, നാലാമത്. അപ്പോൾ അവസാനം എഴുതേണ്ടത് എന്താണ്? അവസാനം സംഭവിച്ച കാര്യം വേണം ലാസ്റ്റ് എഴുതാൻ. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് നമുക്ക് തന്നിരിക്കുന്ന ആ കാര്യങ്ങൾ? ഹിസ്റ്റോറിക് ഇവൻറ്റ്സ്. എ 1. ന്യൂ കോൺസ്റ്റിറ്റ്യൂഷൻ കെയിം ഇൻ ടു എഫക്റ്റ് ഇൻ ഫ്രാൻസ്. ഫ്രഞ്ച് നാഷണൽ അസംബ്ലി കെയിം ഇൻ ടു എക്സിസ്റ്റൻസ്. ഓത്ത് ഓഫ് ടെന്നീസ് കോർട്ട്. ഡിസ്ട്രക്ഷൻ ഓഫ് ബാസ്റ്റൈൽ. ഇതെല്ലാം ഏത് സംഭവത്തിൽ നിന്നാണ് വന്നിരിക്കുക? ഇത് ഫ്രഞ്ച് റെവല്യൂഷനിൽ നിന്ന് വന്നിരിക്കുന്ന കാര്യങ്ങളാണ്. ഫ്രഞ്ച് റെവല്യൂഷൻ പഠിച്ച നിങ്ങൾക്കറിയാം ഇതിൽ ആദ്യം സംഭവിച്ച കാര്യം ഏതാണ്? അതാദ്യം അങ്ങ് എഴുതുക. എഴുതണ്ട, നമുക്ക് തന്നിരിക്കുന്ന ABCD അതിൻ്റെ ആ ഓർഡർ നോക്കിയിട്ട് ആ ഓർഡർ അനുസരിച്ച് ഇതിലേതാണ് കറക്റ്റ് എന്നുള്ളത് നിങ്ങൾ കണ്ടുപിടിക്കുക. എന്താണ് എയിൽ തന്നിരിക്കുന്നത്? ആദ്യം സംഭവിച്ചത് മൂന്നാമത് പറഞ്ഞിരിക്കുന്നതാണ്, പിന്നെ നാലാമത് പറഞ്ഞിരിക്കുന്നതാണ്, പിന്നെ രണ്ടാമത് പറഞ്ഞിരിക്കുന്നതാണ്, പിന്നെ ഒന്നാമത് പറഞ്ഞിരിക്കുന്നതാണ്. അതിൻ്റെ ഒറ്റ നോട്ടത്തിൽ തന്നെ നമുക്കറിയാം അങ്ങനെയാണോ അത് വരേണ്ടത്? ബി കറക്റ്റാണോ എന്ന് നോക്കിയേ. ആദ്യം സംഭവിച്ചത് 1, പിന്നെ 3, 2, പിന്നെ 3, പിന്നെ 4. ആ രീതിയിൽ പോയെന്നാണ് അവർ പറയുക. അടുത്ത കൂട്ടരെന്താണ് പറയുക? ആദ്യം സംഭവിച്ച കാര്യം രണ്ടാമത് പറയുന്ന കാര്യം, പിന്നെ മൂന്നാമത്തെ കാര്യം, നാലാമത്തെ കാര്യം, പിന്നെ ഒന്നാമത്തെ കാര്യം. അങ്ങനെയാണോ? നിങ്ങളിത് നോക്കിയിട്ട് നിങ്ങൾ ഇതിന് ഒരു അറേഞ്ച്മെൻറ്റ് കൊടുത്തിട്ട് നിങ്ങൾ ഇതിലേതാണ് കറക്റ്റ്? എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ എന്നുള്ളത് നോക്കുക. എന്നിട്ട് ABCD എന്ന് വെറുതെ എഴുതി വെക്കാതെ എ ആണ് കറക്റ്റെങ്കിൽ നിങ്ങൾ അതിൻ്റെ കൂടെയുള്ള കാര്യങ്ങളൂടെ എഴുതുക. A 3, 4, 2, 1 അങ്ങനെ എഴുതുക. സി ആണ് കറക്റ്റെങ്കിൽ എങ്ങനെ എഴുതണം? C
2 3 4 1. ഓക്കെ, അപ്പോൾ അതിൻ്റെ ആൻസർ കണ്ടുപിടിക്കുക. ഈ ഓരോ സംഭവവും എപ്പോഴാണ് അതിൻ്റെ ഓർഡർ അനുസരിച്ച് തന്നെയാണ് നമ്മുടെ ടെക്സ്റ്റിൽ തന്നിരിക്കുന്നത്. ആദ്യം സംഭവിച്ച കാര്യം നമ്മുടെ ടെക്സ്റ്റിൽ നമ്മൾ പഠിച്ചു വരുമ്പോൾ ആദ്യം തന്നെയാണ്, പിന്നെ സംഭവിച്ച കാര്യം രണ്ടാമതോടെ പിന്നെയാണ് പറഞ്ഞിരിക്കുന്നത്, അവസാനത്തെ കാര്യം അവസാനമാണ് വന്നിരിക്കുന്നത്. നമ്മുടെ ടെക്സ്റ്റിൽ നമ്മൾ അതിൻ്റെ ഓർഡർ അനുസരിച്ചാണ് പഠിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കത് കണ്ടുപിടിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല. അടുത്തത്, ചൂസ് ദ കറക്റ്റ് ആൻസർ ബൈ റീഡിങ് ദ ഗിവൺ അസേർഷൻ ആൻഡ് റീസൺ. ഒരു അസേർഷനും ഉണ്ട്, റീസണും ഉണ്ട്. ഇത് രണ്ടും വായിച്ച് മനസ്സിലാക്കിയിട്ട് തന്നിരിക്കുന്ന ABCD അതിലേതാണ് കറക്റ്റ് എന്നുള്ളത് എഴുതുക. The isotherms show a noticeable bend along land-sea confluences. അതാണ് അസർഷൻ. എന്താണ് അതിൻ്റെ റീസൺ പറയുന്നത്? ലാൻഡ് ആൻഡ് സീ ഗെറ്റ് ഹീറ്റഡ് ഡിഫറെൻ്റ്ലി. ഓക്കെ, ഇനി നമുക്ക് എന്താണെന്ന് നോക്കാം. അസർഷൻ ഈസ് കറക്റ്റ്, റീസൺ ഈസ് റോങ്. അങ്ങനെയാണോ? അസർഷൻ കറക്റ്റും റീസൺ അതിന് പറഞ്ഞിരിക്കുന്ന റീസൺ തെറ്റുമാണെന്നാണ് പറയുന്നത്. B എന്താണ് പറയുക? അസർഷൻ ഈസ് റോങ്, റീസൺ ഈസ് കറക്റ്റ്. അസർഷൻ റോങ് ആണ്, പക്ഷേ റീസൺ ശരിയാണ്. C എന്താണ് പറയുന്നത്? ബോത്ത് അസർഷൻ ആൻഡ് റീസൺ ആസ് കറക്റ്റ്. രണ്ട് ശരിയാണെന്നാണ് C പറയുക. ഡിയിൽ എന്താണ് പറയുക? ബോത്ത് അസർഷൻ ആൻഡ് റീസൺ ആൻഡ് റോങ്. അസർഷനും തെറ്റാണ്, റീസണും തെറ്റാണെന്നാണ് D പറയുക. ഇതിലേതാണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് അത് എഴുതുക. ഇതിൽ A ആണ് കറക്റ്റെങ്കിൽ നമ്മൾ എങ്ങനെ എഴുതണം? അസർഷൻ ഈസ് കറക്റ്റ്, റീസൺ ഈസ് റോങ് എന്ന് എഴുതണം. B ആണെങ്കിൽ എങ്ങനെ എഴുതണം? അസർഷൻ ഈസ് റോങ്, റീസൺ ഈസ് കറക്റ്റ് എന്ന് എഴുതുക. അപ്പോൾ എന്താണോ അതിൻ്റെ കൂടെ ഉള്ളത് ആ കൂടെയുള്ള കാര്യങ്ങളൂടി നമ്മുടെ ആൻസർ പേപ്പറിലേക്ക് എഴുതാൻ തയ്യാറാവുക, അത് ഒഴിവാക്കരുത്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. 5ാമത്തെ ക്വസ്റ്റ്യൻ, 5th ക്വസ്റ്റ്യൻ. ഫൈൻഡ് ഔട്ട് ദ അസംഷൻസ് ഓഫ് കാർഡിനൽ യൂട്ടിലിറ്റി തിയറി. ഈ തന്നിരിക്കുന്ന കാര്യങ്ങളിൽ കാർഡിനൽ യൂട്ടിലിറ്റി തിയറി നമ്മൾ പഠിച്ചതല്ലേ? കാർഡിനൽ യൂട്ടിലിറ്റി തിയറിയിലെ അസംഷൻസ് ഇതിനകത്ത് തന്നിട്ടുണ്ട് അല്ലേ? അത് ഏതൊക്കെയാണെന്ന് മാത്രം കണ്ടെത്തുക. നോക്കുക, നമുക്കതൊന്ന് വായിക്കാം. All products must be of the same quality. The consumer's income and taste do not change. Consumption must be continuous. The use of other goods must be ascertained. പറയുന്നു 1, 2, 4 അസംഷൻസ്. B പറയുന്നു 1, 2 അസംഷൻ. C പറയുന്നു 2, 4 അസംഷനി വരും. D പറയുന്നു 2, 3, 4 അതിൻ്റെ അസംഷൻസ് ആണ്. ഇതിലേതാണ് കറക്റ്റ്? ഏതൊക്കെയാണ് അസംഷൻസ് എന്ന് കണ്ടുപിടിക്കുക. A കറക്റ്റാണോ, B ആണോ, C ആണോ, D ആണോ കറക്റ്റ് എന്നുള്ളത് കണ്ടുപിടിക്കുക. അത് അങ്ങോട്ട് എഴുതുക. B ആണ് കറക്റ്റെങ്കിൽ നമ്മൾ എങ്ങനെ എഴുതണം? B 1, 2. 6th question. Among the various concepts given below, which one is associated with the direct understanding individuals acquire about the world through personal experiences, social interaction and cultural knowledge? A. Social analysis, sociological imagination, self-reflection, common sense knowledge. ഇതിലേതാണ് മുകളിൽ പറഞ്ഞിരിക്കുന്ന ആ ഒരു സെൻറ്റൻസിന് കറക്റ്റ് ആപ്റ്റായിട്ടുള്ളത്? മുകളിൽ പറഞ്ഞിരിക്കുന്ന സെൻറ്റൻസ് സോഷ്യൽ അനാലിസിസ് ആണെങ്കിൽ നമ്മൾ ഏതാണ് നമ്മുടെ ആൻസർ? A. സോഷ്യൽ അനാലിസിസ്. മുകളിൽ തന്നിരിക്കുന്ന ആ സെൻറ്റൻസ് സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ ആണെങ്കിൽ നമ്മുടെ ആൻസർ എങ്ങനെ എഴുതണം? B. സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ. നിങ്ങളത് ഏതാണെന്നുള്ളത് കണ്ടുപിടിക്കുക. ഓക്കെ, 7th question. Choose the correct answers from column B matching with the question in column A. കോളം എയിൽ ഒരൊറ്റ കാര്യമേ ഉള്ളൂ, റെനേസൻസ് പെയിൻറ്റിങ്. അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ, റെനേസൻസ് പെയിൻറ്റിങ്. അതിന് സ്യൂട്ടബിളായിട്ട് ബിയിൽ ഏതൊക്കെയുണ്ട്? ലാൻഡ്സ്കേപ്പ് ഉണ്ട്. റെനേസൻസ് പെയിൻറ്റിങ്ങിൽ ആ പെയിൻറ്റേഴ്സ് ലാൻഡ്സ്കേപ്പുകൾ ഉപയോഗിച്ചിരുന്നു. ഓയിൽ പെയിൻറ്റിങ് വാസ് നോട്ട് യൂസ്ഡ്. അത് റെനേസൻസ് പെയിൻറ്റിങ്ങുമായിട്ട് കണക്റ്റഡ് ആണോ? അതിന് കറക്റ്റായിട്ട് വരുന്നുണ്ടോ? ദ യൂസ് ഓഫ് ഓയിൽ പെയിൻറ്റ്സ്, അവർ ഓയിൽ പെയിൻറ്റ് ഉപയോഗിച്ചിരുന്നോ? ആദ്യം പറയുന്നു ഓയിൽ പെയിൻറ്റ് ഉപയോഗിച്ചില്ലെന്ന്, പിന്നെ പറയുന്നു യൂസ് ഓഫ് ഓയിൽ പെയിൻറ്റ് ഉണ്ട്. വാട്ടർ കളർ
പെയിൻറ്റിങ്, അവർ വാട്ടർ കളർ പെയിൻറ്റിങ് ചെയ്തിരുന്നു. ദ യൂസ് ഓഫ് കളേഴ്സ് ടു ഇലസ്ട്രേറ്റ് ലൈറ്റ് ആൻഡ് സ്പേഷ്യൽ ഡെപ്ത്, അങ്ങനെ കളേഴ്സ് ഉപയോഗിച്ചിരുന്നു. ലൈറ്റും സ്പേഷ്യൽ ഡെപ്തും കാണിക്കുന്ന രീതിയിലുള്ള പെയിൻറ്റിങ് റെനേസൻസ് പെയിൻറ്റിങ്ങിലുണ്ടായി. അപ്പോൾ റെനേസൻസ് പെയിൻറ്റിങ്ങിന് കുറച്ച് ഫീച്ചേഴ്സ് ഉണ്ടല്ലോ, ആ ഫീച്ചേഴ്സിൽ ഏതൊക്കെയാണ് അതിൽ കറക്റ്റ്? ഇപ്പോൾ ABCD നോക്കിക്കേ. എയിൽ പറയുന്നു 1, 3, 5 കറക്റ്റാണെന്ന്. ബി പറയുന്നു 1, 2, 3 കറക്റ്റ്. സി പറയുന്നു 1, 2, 4 കറക്റ്റാന്ന് പറയുന്നു. ഡി പറയുന്നു 1, 2, 4 കറക്റ്റ്. അപ്പം നിങ്ങളതിൻ്റെ റെനേസൻസ് പെയിൻറ്റിങ്ങിൻ്റെ കറക്റ്റായിട്ടുള്ള ഫീച്ചേഴ്സ് ഇതിലേതാണെന്ന് കണ്ടെത്തി അതിൽ നമുക്ക് തന്നിരിക്കുന്ന ABCD ഈ D വരെയുള്ള ഓപ്ഷൻസിൽ ഏതാണോ കറക്റ്റ് ഓപ്ഷൻ ആ ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് അതങ്ങോട്ട് എഴുതുക. സി ആണ് കറക്റ്റെങ്കിൽ നമ്മൾ എങ്ങനെ എഴുതണം? C 1, 2, 4 എന്ന് എഴുതണം. 1, 2, 4. ഓക്കെ, നമുക്ക് അറേഞ്ച് ദ ടേബിൾ സ്യൂട്ടബിളി. 3 കോളങ്ങളുള്ള ഒരു ടേബിൾ തന്നിട്ടുണ്ട്. ആ ടേബിളിനെ നിങ്ങൾ കറക്റ്റായിട്ട് അറേഞ്ച് ചെയ്തിട്ട് താഴെ തന്നിരിക്കുന്ന ABCDയിൽ ഏതാണ് കറക്റ്റെന്ന് എഴുതുക. ഇത് ഒരു മാച്ച് ദ ഫോളോയിങ് ചെയ്യുന്ന പോലെ തന്നെ, പക്ഷേ ക്വസ്റ്റ്യനിൽ ഒരല്പം ഒരു മാറ്റം വരുത്തിയിരിക്കുന്നു എന്നേ ഉള്ളൂ. നമ്മൾ അല്പം ശ്രദ്ധിച്ചില്ലെങ്കിൽ തെറ്റിപ്പോകാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ ശ്രദ്ധിച്ച് വേണം നമ്മൾ ABCD സെലക്ട് ചെയ്യാൻ. മാച്ച് ദ ഫോളോയിങ് ചെയ്യുകയായിരുന്നെങ്കിൽ നമുക്ക് അത്രയും ശ്രദ്ധിക്കേണ്ട ആവശ്യം വരത്തില്ല. നമുക്ക് മാച്ച് ചെയ്തങ്ങ് വിട്ടാൽ മതി. തോമസ് മൂർ, ബി ഏതെടുക്കും? തോമസ് മൂറിനെ ഇൻ പ്രൈസ് ഓഫ് ഫോളി ഉണ്ട്, ഡോൺ കിസോട്ട് ഉണ്ട്, ഉട്ടോപ്പിയ ഉണ്ട്. അപ്പോൾ തോമസ് മൂറിൻ്റെ നേരെ ഏത് വരും? പിന്നെ അദ്ദേഹത്തിൻ്റെ രാജ്യം സെലക്ട് ചെയ്യണം. സിയിൽ നിന്ന് സ്പെയിനാണോ, ഇംഗ്ലണ്ടാണോ, നെതർലാൻഡാണോ? അപ്പോൾ തോമസ് മൂറിന്, ഇപ്പം ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞാൽ, തോമസ് മൂറിന് കറക്റ്റ് 3 ആണെങ്കിൽ ഉട്ടോപ്പിയ നമ്മൾ സെലക്ട് ചെയ്യുന്നു. അദ്ദേഹം ഇംഗ്ലീഷുകാരനാണെങ്കിൽ നമ്മൾ 2 സെലക്ട് ചെയ്യുന്നു. അപ്പോൾ അതെങ്ങനെയാണ് വരേണ്ടത്? A32. A32 എന്ന് ഇവിടെ എഴുതിയിരിക്കുന്ന ഏതാണെന്ന് കണ്ടുപിടിക്കുക. A32. ഓക്കെ, ഇനിയും ഇറാസ്മസിന് അതുപോലെ തന്നെ സെലക്ട് ചെയ്യുക. സെർവാൻറ്റേക്കും അതുപോലെ തന്നെ സെലക്ട് ചെയ്യുക. അദ്ദേഹത്തിൻ്റെ പുസ്തകം, അദ്ദേഹത്തിൻ്റെ രാജ്യം. എന്നിട്ട് എയിലെ കറക്റ്റാണോ എന്ന് നോക്കുക. ഓക്കെ, ബി ഇറാസ്മസ് ആണല്ലോ. ഇറാസ്മസ് ഏതാണ് എടുത്തിരിക്കുന്നത്? ബിക്ക് തന്നിരിക്കുന്നു 1, പിന്നെ 3. അപ്പോൾ ഇറാസ്മസും പ്രൈസ് ഓഫ് ഫോളിയും നെതർലാൻഡും കറക്റ്റ് ആണെങ്കിൽ അതും കറക്റ്റായി. സി ആരാണ്? സെർവാൻറ്റെ ഡോൺ കിസോട്ടും അദ്ദേഹത്തിന് സ്പെയിനുമാണെങ്കിൽ ആ എ കറക്റ്റായി. അതാണെങ്കിൽ ഓക്കെ. അപ്പോൾ അതുപോലെ ആ രീതിയിൽ നിങ്ങൾ ഇതിലേതാണോ കറക്റ്റ് അത് സെലക്ട് ചെയ്യുന്നു, നമ്മളത് അങ്ങോട്ട് എഴുതുന്നു. ഓക്കെ, അപ്പോൾ 8 ക്വസ്റ്റ്യനാണ് നമുക്ക് 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യനായിട്ട് തന്നിരിക്കുന്നത്. പക്ഷേ അവിടെ നമ്മൾ അല്പം ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിക്കുകയും ബുദ്ധിപൂർവം പ്രവർത്തിക്കുകയും ചെയ്താൽ മാത്രമേ നമുക്ക് കറക്റ്റ് ആൻസർ കണ്ടുപിടിക്കാൻ പറ്റുകയുള്ളൂ. അങ്ങനെ കറക്റ്റ് ആൻസർ കണ്ടുപിടിച്ചാലേ നമുക്ക് ഒരു മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാനായിട്ടും പറ്റുകയുള്ളൂ. അതുകൊണ്ട് നന്നായിട്ട് ശ്രദ്ധിച്ച് ചെയ്യുക. ഇത് മുൻകാലങ്ങളിൽ തരുന്നത് പോലെ ഒരു ക്വസ്റ്റ്യന് 4 ആൻസേഴ്സ് ബ്രാക്കറ്റിൽ കൊടുക്കുന്നു. ആ ബ്രാക്കറ്റിനകത്തുനിന്ന് ഒരു ആൻസർ സെലക്ട് ചെയ്യുന്നു. അത്രയും ഈസി അല്ല നമ്മുടെ ഈ ഒരു രീതിയിലുള്ള ക്വസ്റ്റ്യൻ എന്ന് മനസ്സിലാക്കുക. സമയം കൂടുതലെടുക്കും, ശ്രദ്ധ കൂടുതൽ വേണം. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ 2 മാർക്ക് ക്വസ്റ്റ്യനിലേക്ക് വരാം. ഇനി വരുന്നതെല്ലാം 2 മാർക്കാണ് ആൻസറിന് ലഭിക്കുക. ഫോർ ക്വസ്റ്റ്യൻസ് 9 to 13 ആൻസർ ഓൾ ദ ക്വസ്റ്റ്യൻസ് ഇൻ 2 or more സെൻറ്റൻസസ്. അവിടെ തന്നെ നമുക്കുള്ള ഇൻസ്ട്രക്ഷൻ തന്നിട്ടുണ്ട്. എല്ലാ ക്വസ്റ്റ്യനും 2 or more സെൻറ്റൻസ് നമുക്ക് എഴുതാം. മിനിമം എത്ര വേണം? മിനിമം 2 സെൻറ്റൻസ് എങ്കിലും മിനിമം വേണം. മോർ എഴുതുന്നതിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒരു പ്രശ്നവുമില്ല. ഓക്കെ, മോർ എഴുതുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരുപാട് എഴുതരുത്, നമ്മുടെ സമയം നഷ്ടപ്പെട്ടു പോകും. മോർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ 2 സെൻറ്റൻസ് എഴുതുക. ഇനി കൂടുതലായിട്ട് എഴുതണമെങ്കിൽ നിങ്ങൾ 1 more സെൻറ്റൻസ് കൂടി എഴുതുക, ഓർ 2 more സെൻറ്റൻസ് കൂടി എഴുതുക. അതിൽ കൂടുതൽ എഴുതേണ്ട ആവശ്യമില്ല. ഓക്കെ, നമ്മുടെ സമയം നഷ്ടപ്പെടുത്താൻ മാത്രമേ കൂടുതൽ എഴുതിയാൽ ഉപകരിക്കുകയുള്ളൂ. അതുകൊണ്ട് 2 സെൻറ്റൻസും മിനിമം എഴുതുക, 1 or 2 സെൻറ്റൻസ് കൂടി അധികം എഴുതുക.
ഓക്കെ. വിച്ച് ഈസ് ദ മോസ്റ്റ്, നയൻത് ക്വസ്റ്റ്യൻ, വിച്ച് ഈസ് ദ മോസ്റ്റ് ഫേമസ് വർക്ക് ഓഫ് ഡാൻഡെ? ഹൗ ഫാർ ദ തീം ഓഫ് ദിസ് വർക്ക് ഈസ് റെലവൻറ്റ് ഇൻ കണ്ടംപററി സൊസൈറ്റി? നമ്മൾ ഡാൻഡെ റെനേസൻസ് പഠിച്ചപ്പോൾ, നമ്മൾ അവിടുത്തെ ലിറ്ററേച്ചർ പഠിച്ചപ്പോൾ നമ്മൾ കണ്ട ഒരു പ്രധാനപ്പെട്ട പോയറ്റാണ് ഡാൻഡെ. ഡാൻഡെയുടെ ഒരു പ്രധാനപ്പെട്ട പോയമുണ്ട്. ആ പോയത്തിൻ്റെ പേരെഴുതണം. ആ പോയത്തിൽ എന്താണ് തീമെന്ന് എഴുതണം. ആ തീം ഇന്നത്തെ കാലത്തെ കണ്ടംപററി സൊസൈറ്റിയിൽ അതിൻ്റെ റെലവൻസ് എന്താണെന്നും എഴുതണം. ഓക്കെ. എല്ലാം കൂടെ 2 മാർക്കേ നമുക്ക് കിട്ടുന്നുള്ളൂ. അതുകൊണ്ട് എല്ലാം കൂടെ എത്ര സെൻറ്റൻസ് വരെ മാക്സിമം മതി? ഒരു 4 സെൻറ്റൻസ് മാക്സിമം മതി. ഒന്നാമത് ഡാൻഡെയുടെ പോയത്തിൻ്റെ പേരെഴുതുക, അതൊരു സെൻറ്റൻസായി. അതിൻ്റെ തീം എഴുതുക, രണ്ടാമത്തെ സെൻറ്റൻസായി. അതിന് ഇന്നത്തെ ലോകത്തുള്ള റെലവൻസ് എഴുതുക, വീണ്ടും 1-2 സെൻറ്റൻസ് കൂടി എഴുതുക. ഓൾമോസ്റ്റ് ഞാൻ പറയുന്നു 4 സെൻറ്റൻസസ് എഴുതുക. 10th ക്വസ്റ്റ്യൻ, വൈ ഡു ദ വെസ്റ്റേൺ പാർട്സ് ഓഫ് തമിഴ്നാട് റിസീവ് സ്കാൻഡി റെയിൻഫോൾ വൈൽ കേരള റിസീവ് ഹെവി റെയിൻഫോൾ ഫ്രം സൗത്ത് വെസ്റ്റ് മൺസൂൺ? സൗത്ത് വെസ്റ്റ് മൺസൂൺ സീസണിൽ കേരളത്തിന് ഹെവി റെയിൻഫോൾ കിട്ടുമ്പോൾ തമിഴ്നാട്ടിൽ സ്കാൻഡി റെയിൻഫോളേ ഉള്ളൂ, വളരെ കുറഞ്ഞ റെയിൻഫോളേ ഉള്ളൂ. വാട്ട് ഈസ് ദ റീസൺ? വാട്ട് ആർ ദ റീസൺസ്? 2 റീസൺസ് മിനിമം എഴുതുക. കൂടുതൽ അറിയാമെങ്കിൽ നിങ്ങൾ 3 സെൻറ്റൻസ് എങ്കിലും എഴുതുക. ഓക്കെ. 11th ക്വസ്റ്റ്യൻ, The Prince, Machiavelli's portray an administrator who is different from the traditional medieval feudal administration. What were the peculiarity or specialities of the administrator presented by Machiavelli? മാക്കിയവെല്ലി പ്രിൻസിൽ ഒരു ട്രഡീഷണൽ അഡ്മിനിസ്ട്രേറ്ററിൽ നിന്നും വ്യത്യസ്തമായി കുറേ നല്ല ക്വാളിറ്റീസ് ഒക്കെയുള്ള ഒരു അഡ്മിനിസ്ട്രേറ്ററെ പറ്റി അദ്ദേഹത്തെ പോർട്രേറ്റ് ചെയ്ത് നമ്മളെ കാണിക്കുന്നുണ്ടായി. അപ്പോൾ മാക്കിയവെല്ലിയുടെ അഡ്മിനിസ്ട്രേറ്റർക്ക് വേണ്ട ഗുണങ്ങൾ എന്തൊക്കെയാണ്? നമ്മൾ പഠിച്ചതാണ്, നമ്മൾ റിവൈസ് ചെയ്തതാണ്, നിങ്ങൾക്കറിയാം, അങ്ങോട്ട് എഴുതുക. ഓക്കെ. അടുത്തത്, വാട്ട് ഈസ് മെൻ ബൈ യൂട്ടിലിറ്റി? നെയിം ദ യൂണിറ്റ് ഫോർ മെഷറിങ് യൂട്ടിലിറ്റി. എന്താണ് യൂട്ടിലിറ്റി? ഏത് യൂണിറ്റ് അനുസരിച്ചാണ് യൂട്ടിലിറ്റി മെഷർ ചെയ്യുന്നത്? ഓക്കെ. 2 സെൻറ്റൻസിൻ്റെ ആവശ്യമേ ഉള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ, ദ സൗത്തേൺ ഹെമിസ്ഫിയർ ഡസ് നോട്ട് എക്സ്പീരിയൻസ് ടൈഗ ക്ലൈമറ്റ്. റൈറ്റ് ദ റീസൺ. നോർത്തേൺ ഹെമിസ്ഫിയറിലാണ് ടൈഗ ക്ലൈമറ്റ് കാണപ്പെടുക. അത് സൗത്തേൺ ഹെമിസ്ഫിയറിൽ ടൈഗ ക്ലൈമറ്റ് ഇല്ല. വാട്ട്സ് റീസൺ? ഓക്കെ. 2 റീസണെങ്കിലും മിനിമം എഴുതിയിരിക്കണം. ഓക്കെ. ഇത്രയുമാണ് 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ. 2 മാർക്ക് ക്വസ്റ്റ്യൻ ഇതുകൊണ്ട് തീരുകയാണ്. ഇനി വരുന്നതെല്ലാം നമുക്ക് 3 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ്. 3 മാർക്ക്. ഓക്കെ. 3 മാർക്ക് ക്വസ്റ്റ്യൻസ് കൂടി നമുക്കൊന്ന് കാണാം. 14th ക്വസ്റ്റ്യൻ, വേൾഡ് ഹിസ്റ്ററി. ഇത് നമ്മുടെ ടെക്സ്റ്റിലുള്ള ഒരു ചാർട്ടാണ്. വേൾഡ് ഹിസ്റ്ററി അതിനെ 3ആയിട്ട് തിരിക്കുന്നു. ഏൻഷ്യൻ പീരീഡ്, മിഡീവിയൽ പീരീഡ്, മോഡേൺ പീരീഡ്. ഏൻഷ്യൻ പീരീഡ് ഫിഫ്ത്ത് സെഞ്ച്വറി. ദെൻ മോഡേൺ പീരീഡ്, അതായത് മിഡീവിയൽ പീരീഡ് എന്ന് പറയുന്നത് 5th to 15th സെഞ്ച്വറി. 15th സെഞ്ച്വറി ഓൺവാർഡ്സ് മോഡേൺ പീരീഡ്. വേൾഡ് ഹിസ്റ്ററി ഹാസ് ബീൻ കാറ്റഗറൈസ്ഡ് ആസ് illustrated above for the ease of learning. Name the historians who formulate this method which came into effect during the Renaissance period. അപ്പോൾ റെനേസൻസ് പീരീഡിൽ ഈ രീതിയിൽ വേൾഡ് ഹിസ്റ്ററിയെ ഡിവൈഡ് ചെയ്ത ആ ഹിസ്റ്റോറിയൻസിൻ്റെ പേരെഴുതുക. ഓക്കെ. അനലൈസ് ദ ചേഞ്ചസ് ദാറ്റ് ഒക്കേർഡ് ഇൻ ദ റൈറ്റിംഗ് ഓഫ് ഹിസ്റ്ററി ഡ്യൂറിങ് ദ റെനേസൻസ് പീരീഡ്. റെനേസൻസ് പീരീഡിൽ ഹിസ്റ്ററി എഴുതുന്നതിൽ വരുത്തിയ മാറ്റങ്ങൾ എന്തൊക്കെയാണ്? അതിനു മുമ്പുള്ള കാലത്ത് ഹിസ്റ്ററി എഴുതുന്ന പോലെ അല്ല റെനേസൻസ് പീരീഡിൽ ഹിസ്റ്ററി എഴുതിയത്. എന്താണ് മാറ്റം? അപ്പം 3 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ട് തന്നെ ആൻസർ ഫോർ 1 ക്വസ്റ്റ്യൻ ഉള്ളി എന്ന് പറഞ്ഞിട്ടുണ്ട്. റൈറ്റ് ആൻസർ ഇൻ 3 or 4 സെൻറ്റൻസ്. അപ്പോൾ എല്ലാ ആൻസറിനും മിനിമം 3 പോയിൻറ്റ്സ് വേണം, മാക്സിമം 4 പോയിൻറ്റ്സ് എങ്കിലും വേണം. 4 പോയിൻറ്റ്സ് എഴുതാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക. 3 പോയിൻറ്റ്സ് ആണെങ്കിലും നമുക്ക് 3 മാർക്ക് ലഭിക്കാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. ഇനി ഇത് ഓറിട്ടൊരു ക്വസ്റ്റ്യൻ കൂടി തന്നിട്ടുണ്ട്. നിങ്ങൾ പക്ഷേ ആൻസർ തയ്യാറാക്കി പഠിക്കുമ്പോൾ ഓർ ക്വസ്റ്റ്യൻ പരിഗണിക്കേണ്ട, എല്ലാത്തിൻ്റെ ആൻസർ നിങ്ങൾ പഠിക്കുക. പക്ഷേ നിങ്ങൾ യഥാർത്ഥ പരീക്ഷ എഴുതുമ്പോൾ നിങ്ങൾ ഓർ ക്വസ്റ്റ്യൻ
അറിയാമെങ്കിൽ അതിലേതാണോ കൂടുതൽ പോയിൻറ്റ്സ് അറിയാവുന്നത് ആ ക്വസ്റ്റ്യൻ മാത്രം എഴുതാനായിട്ട് ശ്രദ്ധിക്കുക. ദ റീഫോംസ് ഓഫ് നെപ്പോളിയൻ ലേഡ് ദ ഫൗണ്ടേഷൻ ഫോർ ദ ഫോർമേഷൻ ഓഫ് മോഡേൺ ഫ്രാൻസ്. സബ്സ്റ്റാൻഷിയേറ്റ്. ഇവിടെ എന്താണ് ആൻസർ എഴുതേണ്ടത്? റീഫോംസ് ഓഫ് നെപ്പോളിയൻ. അപ്പോൾ 4 പോയിൻറ്റ്സ് എഴുതാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. നെപ്പോളിയൻ്റെ റീഫോംസ് നമുക്ക് 4 പോയിൻറ്റ്സ് വളരെ ഈസി ആയിട്ട് എഴുതാൻ പറ്റും. അതാണ് കൂടുതൽ അറിയാവുന്നതെങ്കിൽ നിങ്ങൾ അത് എഴുതാൻ ശ്രമിക്കുക. അല്ല, ഈ ഹിസ്റ്ററിയുടെ ഈ ഡിവിഷനെ സംബന്ധിച്ചാണ് നിങ്ങൾക്ക് അറിയാമെങ്കിൽ അത് എഴുതുക. യു ആർ ഫ്രീ. നിങ്ങൾ ഏതെടുത്താലും നമ്മൾ പോയിൻറ്റ്സ് ഉണ്ടായിരിക്കണമെന്നുള്ളതാണ് കറക്റ്റ്. 15th ക്വസ്റ്റ്യൻ. ദ റീഫോം elucidate how the consequences of climate change affect Nepal and Maldives. What are the consequences of climate change that happens in Kerala like this? What all remedies can be suggested for this? അപ്പോൾ നേപ്പാൾ, മാലദ്വീപ്സ് 2 രാജ്യങ്ങളിൽ ക്ലൈമറ്റ് ചേഞ്ച് കൊണ്ട് എന്തെല്ലാം കോൺസിക്വൻസസ് ഉണ്ടാകാം, എന്തൊക്കെ പ്രോബ്ലംസ് ഉണ്ടാകാം, ക്ലൈമറ്റ് ചേഞ്ച് കൊണ്ട് കേരളത്തിൽ എന്തൊക്കെ പ്രോബ്ലംസ് ഉണ്ടാകാം, എങ്ങനെ ഇത് സോൾവ് ചെയ്യാം. ഓക്കെ, എല്ലാം കൂടി ഒരു 5 സെൻറ്റൻസേ വരാവുള്ളൂ. ഓക്കെ, ഒരു 6 സെൻറ്റൻസ് വരെ എഴുതാവുള്ളൂ. അതിനുള്ളത് നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് എഴുതാൻ പറ്റും. ക്ലൈമറ്റ് ചേഞ്ച് എങ്ങനെ അഫക്റ്റ് ചെയ്യുമെന്നുള്ളതൊക്കെ നമ്മൾ പഠിച്ചതാണ്. അപ്പം നിങ്ങൾ വീണ്ടും അത് കണ്ടെത്തുക, എഴുതുക. ഓക്കെ, അതിനൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഓൺ ദി ബേസിസ് ഓഫ് ഗിവൺ ഹിൻസ് കമ്പയർ ടെമ്പറേറ്റ് ഗ്രാസ്ലാൻഡ് ആൻഡ് ട്രോപ്പിക്കൽ ഗ്രാസ്ലാൻഡ്. ടെമ്പറേറ്റ് ഗ്രാസ്ലാൻഡിനെയും ട്രോപ്പിക്കൽ ഗ്രാസ്ലാൻഡിലെ, അതായത് സാവന്ന, ഇതിനെ നിങ്ങൾ താഴെ തന്നിരിക്കുന്ന ഹിൻഡ് വെച്ച് ഒന്ന് കമ്പയർ ചെയ്യുക. എന്തൊക്കെയാണ് ഹിൻഡ്? ആദ്യം നിങ്ങൾ ഹിൻഡ് എഴുതുക. അതിനുശേഷം നിങ്ങൾ ടെമ്പറേറ്റ് ഗ്രാസ്ലാൻഡ് എന്ന് എഴുതുന്നു, ട്രോപ്പിക്കൽ ഗ്രാസ്ലാൻഡ് എന്ന് എഴുതുന്നു, കോളം വരയ്ക്കുന്നു. നിങ്ങൾ ഓരോ കോളത്തിലും ആപ്റ്റായിട്ടുള്ളത് എഴുതുന്നു. എന്താണ് ഹിൻഡ്? ലാറ്റിറ്റ്യൂഡ് എഴുതുന്നു. ആദ്യം നമ്മൾ 2 കോളത്തിൽ ലാറ്റിറ്റ്യൂഡ് എഴുതുന്നു. പിന്നീട് നമ്മൾ നെയിം ബൈ വിച്ച് ദേ ആർ നോൺ, ഏത് നെയിമിലാണ് നമ്മൾ ഈ ഗ്രാസ്ലാൻഡിനെ വിളിക്കുന്നത്, സ്പെഷ്യൽ നെയിം ഉണ്ടെങ്കിൽ അത് എഴുതുന്നു. ദെൻ ക്ലൈമറ്റ് എന്ന് എഴുതുന്നു, ക്ലൈമറ്റ് എന്താണെന്ന് എഴുതുന്നു. ഓക്കെ, ഇന്നത്തെ സമയം അവസാനിക്കുകയാണ്. നമ്മൾ 15 ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് നമ്മൾ കൺസിഡർ ചെയ്തത്, പഠിച്ചത്. ബാക്കി ക്വസ്റ്റ്യൻസുമായിട്ട് ടീച്ചർ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ചിൽഡ്രൻ, താങ്ക് യു സോ മച്ച്. May God bless you all.